എന്തായാലും നിങ്ങളുടെ നല്ല കാലമാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനപ്പുറം ഒരു MLA BJP-യിൽ ചേർന്ന ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അത് കേരളം കടന്നു വരുന്നു. പത്മജ വേണുഗോപാൽ നിങ്ങളുടെ ക്യാമ്പിലേക്ക് വരുന്നു. ഇനി ഏതൊക്കെ നേതാക്കളെ ഏതൊക്കെ പാർട്ടികളിൽ നിന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ? ഗണേഷ്, ഈ ജനകീയ നേതാക്കളെല്ലാം അവര് ജനകീയ മനസ്സിലാക്കുന്നു എന്നതാണ്. അല്ല, ജനകീയ നേതാക്കൾ എന്ന് പറയരുത്. പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയും ജനകീയ നേതാക്കൾ എന്ന് പറയരുത്. അതെന്താ? അവർ ജനകീയ നേതാക്കളല്ലേ? അവർ ജനങ്ങളുടെ ഇടയിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ജനകീയ നേതാക്കൾ എന്നല്ലാതെ പിന്നെ എങ്ങനെയാ പറയാ? അല്ല, അതിന്റെ മാറ്റുരക്കലാകും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ നേതാക്കൾ തന്നെയാണ്. അവരുടെ ജനകീയതയുടെ മാറ്റുരക്കലാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ജയപരാജയം എന്നതിനപ്പുറം കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം, കിട്ടുന്ന ഭൂരിപക്ഷം ഒക്കെ അവരുടെ ജനകീയതയുടെ മാറ്റുരക്കൽ കൂടിയാണ് അല്ലേ? മുകുന്ദപുരത്ത് 1.5 ലക്ഷം വോട്ടിന് തോറ്റ പത്മജയാണോ ജനകീയ? VS അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? VS അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? VS അച്യുതാനന്ദൻ തോറ്റത് കൊണ്ട് ജനകീയ നേതാവ് അല്ലാതായിരുന്നോ? നിങ്ങൾ പറ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ അങ്ങനെയാണോ? സർ, VS ജയിച്ചിട്ടില്ലേ? VS തോറ്റിട്ടില്ലേ? VS ജയിച്ചിട്ടില്ലേ? താങ്കൾ പത്മജയെ VS-ഉമായി കമ്പയർ ചെയ്യണോ? താങ്കൾ പത്മജയെ തോറ്റിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ സംഘടനകൾ, ചെറിയ പരിസ്ഥിതി സംഘടനകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളൊക്കെ വലിയ ചെറിയ ചെറിയ സംഘടനകളാണ്. ഈ ഇലക്ഷന്റെ പട്ടിക പരിശോധിച്ച് നോക്കിയാൽ ചെറിയ ചെറിയ പേരുകളൊക്കെ കാണാൻ സാധിക്കും. ചെറിയ ചെറിയ സംഘടനകളാണ്. ചെറിയ എന്താ പറയാ, നോട്ടയ്ക്ക് അടുത്തുള്ള ചെറിയ വോട്ടുകളാണ് അവർക്ക് ലഭിക്കുന്നത്. അവരെത്ര വർഷമായിട്ട് അവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നില്ലേ? എത്ര ജനകീയ പ്രശ്നങ്ങളിൽ അവരിടപെട്ട് ആറന്മുള പോലെയുള്ള സമരങ്ങൾക്ക് പിന്നിൽ എന്തായിരുന്നു അവരുടെയൊക്കെ പങ്ക് എന്ന് നമുക്ക് തിരസ്കരിക്കാൻ കഴിയുമോ? അപ്പോൾ അവർ ജനകീയ നേതാക്കൾ ആയിരുന്നില്ലേ? അപ്പോൾ അവിടെ ഈ എന്താ പറയുക, വോട്ടിന്റെ എണ്ണം നോക്കി മാത്രമാണോ നിങ്ങൾ ജനകീയ നേതാക്കന്മാരെ തീരുമാനിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചപ്പാട് തന്നെയാണ്. എന്തായാലും ഇത്തരം ജനകീയ നേതാക്കളെല്ലാം ജനങ്ങളുടെ പൾസ് തിരിച്ചറിയുന്നു എന്നതാണ്. ഇവിടെ ചാലക്കുടിയിൽ പത്മജ ജയിക്കും, അങ്ങനെയാണോ? ശബ്ദത്തിന് അല്ല, ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ ജയിക്കും എന്നാണോ ശ്രീ ഗണേഷ് പറഞ്ഞു വരുന്നത്? എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അല്ല, ചാലക്കുടിയിൽ അവർ മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടി അവിടുത്തെ ലിസ്റ്റ് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ ചർച്ചയിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന് മുന്നേ അവിടെ പ്രഖ്യാപിച്ചതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അവർ മത്സരിക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിലും 20 സീറ്റുകളിലും ഞങ്ങൾ ജയിക്കുവാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. ആഷ്മി, ഞങ്ങൾ ജയിക്കുവാൻ വേണ്ടിയാണ്. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 370-ഉം ഒറ്റയ്ക്ക് BJP ഒറ്റയ്ക്ക് 370-ഉം NDA 400 സീറ്റും എന്ന് പറയുന്നത് ഈ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ആദ്യമൊക്കെ ഇവർ കേൾക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും CPM നേതാക്കന്മാരും ഒക്കെ അതിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആളുകളുടെയൊക്കെ മാറ്റം സൂചിപ്പിക്കുന്നത് ഇവർക്കുള്ള വെപ്രാളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്കും CPM നേതാക്കന്മാർക്കും കാണുന്ന വെപ്രാളം, BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം, ഒരു വേവ് രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അവർക്കുള്ള വെപ്രാളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കെ കരുണാകരന്റെ എന്താ പറയാ ഭാര്യയെയും കെ കരുണാകരന്റെ പിതൃത്വത്തെയും പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നത്. അവരുടെ കാരണം അവർക്ക് ആ ഒരു വിരളി പിടിക്കൽ ഇപ്പൊ ജിൻഡോയുടെ സംസാരത്തിൽ കണ്ടില്ലേ? ജിൻഡോ ആകെ വിരളി പിടിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അനിൽകുമാറിന് കോൺഗ്രസ് തകർന്നു പോകുന്ന സമയത്ത് എതിർഭാഗത്ത് BJP വന്നാൽ അത് വലിയ ക്ഷീണം ചെയ്യും. കാരണം ഒരു ഓൾട്ടർനേറ്റീവ് BJP കോൺഗ്രസ് മാറി മാറി ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ട് BJP മാറുന്നത് ജനങ്ങളുടെ ശ്രദ്ധ BJPക്ക് അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്ന ഈ കാലഘട്ടത്തിൽ അത് BJPയിലേക്ക് മാറുമെന്നുള്ള പേടിയാണ് ഇവിടുത്തെ അനിൽകുമാറിനും ജിൻഡോയും പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെയും CPM നേതാക്കന്മാരെയും ഒക്കെ വിരൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല, BJPയിൽ ചേരുക ഒരു നിവൃത്തിയുള്ളൂ, അത്രേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പത്മജ വേണുഗോപാൽ എന്തായാലും ഫേസ്ബുക്കിൽ എഴുതില്ല. ജിൻഡോ വേണുഗോപാൽ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ എഴുതാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹാഷ്മിയോട് സംസാരിച്ച, ഹാഷ്മിയോട് നേരിട്ട് പങ്കെടുത്ത മറ്റേ നമ്മുടെ 24-ന്റെ പരിപാടി ഉണ്ടല്ലോ, അതിലവർ പറഞ്ഞത് അവർക്ക് സ്വന്തമായിട്ട് വേറെ ആരുമില്ല, അവർ തന്നെയാണ് എഴുതുന്നത്. ഒന്നുകിൽ അവർ നിങ്ങളോട് കള്ളം പറഞ്ഞു വന്ന്, അല്ലെങ്കിൽ ഇന്ന് അവർ കേരളത്തോട് കള്ളം പറഞ്ഞു. ഏതെങ്കിലും ഒരു കാര്യം സത്യമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ വാദത്തോടെ എനിക്കിത് ഫേക്ക് ആണോ എന്നറിയില്ല, ഇനി ഹാക്ക് ചെയ്തതാണോ എന്നറിയില്ല, അഡ്മിൻ പണിയെടുത്താണോ എന്നറിയില്ല. പത്മജ
വേണുഗോപാൽ ഭരിക്കുന്ന ഇ ഡി വന്ന ഇന്ത്യയിൽ പേടി കാരണം ഞാൻ ബി ജെ പിയിലേക്ക് പോയി എന്ന് സ്വയം ഭരിക്കുന്ന സമ്മതിക്കുമോ? ഇന്ത്യയിൽ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ സ്വയം മുഴുവൻ സമ്മതിക്കുമോ? നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ പത്മജയുടെ ഫേസ്ബുക്ക് ഐ ഡി ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞ വാദത്തോട് അവര് യോജിക്കാൻ പറ്റുമോ? നേരിട്ട് ശരി, എന്തിനാ ശരി, ശരി. ഫേസ്ബുക്കിൽ എഴുതുന്നത്? അവര് നേരിട്ടിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? അവർക്ക് അങ്ങനെ അവർക്ക് പറഞ്ഞാൽ പോരെ പത്രമാധ്യമങ്ങളോട്? എന്തോ ഇങ്ങനെ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന്റെ വസ്തുത അവർ തന്നെ പറയട്ടെ. ശരി, ഞാൻ ശ്രീ കെ അനിൽകുമാറിനെ കാണാം. കാലങ്ങൾക്ക് മുമ്പ് കള്ളം പറഞ്ഞു എന്നാണ് അതിന്റെ തെളിവ്. ശരി, ശ്രീ കെ അനിൽകുമാറിനെ ഇടപെടുക. കള്ളമാണെന്നാണ് അതിന്റെ തെളിവ്.